ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിൻ്റെ 12ാമത്തെയും അവസാനത്തെയും സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് ഈ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്ലിക്കേഷൻ ഓഫ് ഡിറ്റർമിനൻസ് ആൻഡ് മാട്രിസസിൽ സൊല്യൂഷൻസ് ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആയിരുന്നു. സൊല്യൂഷൻ കാണാനുള്ള ഫോർമുല നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്ന ഫോർമുലയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സോൾവ് ചെയ്തത്. 4 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് സം വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അതേ ടെക്നിക്കിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, പക്ഷേ ക്വസ്റ്റ്യൻസിൻ്റെ രൂപം മാത്രം മാറ്റമുണ്ടാവും. ആൻസർ എല്ലാം ചെയ്യുന്നത് ഒരേ മെത്തേഡിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 57 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ. സോൾവ് ദി സിസ്റ്റം യൂസിങ് മെട്രിക്സ് മെത്തേഡ് എന്നാണ് ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഴയ മോഡലിൽ തന്നെ ചെയ്യുകയാണ്. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 6. ആ ഇക്വേഷൻസ് വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടെ ഇവിടെ എഴുതാം. ചെറിയ വ്യത്യാസങ്ങളുള്ളത് കൊണ്ടാണ് എഴുതുന്നത്. നോക്കൂ, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 6 ആണ് ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ വൈ പ്ലസ് 3z ഇസ് ഈക്വൽ ടു 11. വൈ പ്ലസ് 3z ഇസ് ഈക്വൽ ടു 11. മൂന്നാമത്തെ ഇക്വേഷൻ്റെ പ്രത്യേകത, നമ്മൾ ഈ വേരിയബിൾസിനെ ഈ സൈഡിലേക്ക് മാറ്റിയിട്ട് കോൺസ്റ്റൻറ്റ് മറ്റേ സൈഡിലേക്ക് മാറ്റി എഴുതണം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുക, എക്സ് മൈനസ് 2y പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 0. കണ്ടോ, ഈ 2yനെ നമ്മൾ സൈഡ് മാറ്റിയിട്ട് എക്സ് മൈനസ് 2y പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള രൂപത്തിൽ ഈ ഒരു മോഡലാണ് നമ്മൾ എഴുതുന്നത്. അതിൻ്റെ ശേഷം നമുക്ക് എഴുതേണ്ടത് എ എക്സ് ബി എല്ലാം എഴുതണം അല്ലേ. ഇവിടെ വാട്ട് ഈസ് എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോഎഫിഷ്യൻ്റ് മെട്രിക്സ് ആണ്. ഞാൻ ആദ്യം എഴുതുന്നത് എ ആണ്. വാട്ട് ഈസ് എ? 1 1 1 1 1 1. ഇവിടെ എക്സ് ഇല്ലാത്തത് കൊണ്ട് 0 എന്ന് എഴുതണം. 0 1 3 ആണ്. തേർഡിൽ വരുമ്പോൾ 1 -2 1. ഇതാണ് ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് മെട്രിക്സ്. എഴുതി കഴിഞ്ഞു. ഇനി എക്സ് എഴുതണം. വാട്ട് ഈസ് എക്സ്? എക്സ് എന്ന് പറഞ്ഞാൽ വേരിയബിളിൻ്റെ മെട്രിക്സ് ആണ്. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് വൈ സെഡ് കോളം മെട്രിക്സ് ആയിട്ടാണ് എഴുതേണ്ടത്. അവസാനമായിട്ട് ബി എഴുതണം. ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ചെയ്യേണ്ട പ്രൊസീജിയറാണിത്. ബി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് മെട്രിക്സ് ആണ്. ഇവിടെ 6 11 0 ആണ്. 6 11 0. ഇതാണ് എപ്പോഴും മെട്രിക്സ് മെത്തേഡിൽ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട വർക്ക്. എ എക്സ് ഇസിക്കൽ ടു ബി എന്നുള്ള ഫോമിൽ എഴുതുകയാണ്. അങ്ങനെ വരുമ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഇസിക്കൽ ടു എ ഇൻവേഴ്സ് ബി ആണ്. ഇവിടുത്തെ ഒരു പ്രശ്നം, നമുക്ക് എ ഇൻവേഴ്സ് കാണണം അല്ലേ. എ ഇൻവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം അഡ്ജ് എ എഴുതുന്നു. അപ്പോൾ അഡ്ജ് എ കാണാൻ എല്ലാവർക്കും അറിയണം. അഡ്ജ് എയുടെ സ്റ്റെപ്പ് ഞാൻ കംപ്ലീറ്റ് ഇവിടെ എഴുതുന്നില്ല. അത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പോൾ നിങ്ങൾ അഡ്ജോയിൻ്റ് ഫുള്ളായിട്ട് എഴുതിയെടുക്കണം. കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജ്. ഇനി അഡ്ജ് കാണാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് സൂക്ഷിച്ച് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ആ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് അഡ്ജോയിൻ്റ് വിത്തിൻ 1 മിനിറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ അഡ്ജ് കാണാനുള്ള ടെക്നിക്ക് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അഡ്ജ് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഞാനിവിടെ നേരിട്ട് എഴുതുകയാണ്. നിങ്ങൾ അത് ഫുള്ളായിട്ട് സ്റ്റെപ്പുകൾ എഴുതിയിട്ട് തന്നെ എഴുതണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത് 7 -3 2 നമ്മൾ ചെയ്തിട്ടുണ്ട് അഡ്ജോയിൻ്റ് കേട്ടോ. നിങ്ങൾ നോക്കുക, 3 0 -3 നിങ്ങൾ ചെയ്തിട്ട് ഇത് തന്നെയാണെന്ന് വെരിഫൈ ചെയ്യണം. ഞാൻ എഴുതുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യണം. നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ അഡ്ജോയിൻ്റ് എഴുതി നോക്കണം. ഇതാണ് അഡ്ജ്. ഇനി ഞാൻ ഡിറ്റർമിനൻ്റ് ഓഫ് ഇവിടെ തൊട്ടടുത്ത് എഴുതുന്നു. ഡിറ്റർമിനൻ്റ് എ കാണാൻ ഈസിയാണ്. ഈ ഫസ്റ്റ് റോ ഈ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് ചെയ്താൽ ഡിറ്റ് എ കിട്ടും. 1 × 7 അങ്ങനെ ചെയ്താൽ ഡിറ്റ് എൻ്റെ ആൻസർ 9 എന്നാണ് ആൻസർ കിട്ടുക. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഞാനിവിടെ ഇക്വേഷൻ എഴുതുന്നു. എ ഇൻവേഴ്സ് അല്ലേ, എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്നാണ് നമ്മുടെ ഫോർമുല. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി, ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. വാട്ട് ഈസ് എ ഇൻവേഴ്സ്? നമ്മൾ ഓൾറെഡി പഠിച്ച ഫോർമുലയാണ്. എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു അഡ്ജ് എ ഡിവൈഡഡ് ബൈ ഡിറ്റ് എ എന്നാണ്. ഇവിടെ അഡ്ജ് എ റെഡിയാണ്, ഡിറ്റ് എയും റെഡിയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഡിറ്റ് എ എഴുതുന്നു. 1/ഡിറ്റ് എ, 1/ഡിറ്റ് എ അഡ്ജ് എ. അഡ്ജ് എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഇവിടെ ഓൾറെഡി നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. 7 -3 2 3 0 -3 -1 3 1. ഇതാണ് എ ഇൻവേഴ്സ്. ഇപ്പോൾ എ ഇൻവേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ബി കൂടെ എഴുതണം അല്ലേ. വാട്ട് ഈസ് ബി? ബി എന്ന് പറയുന്ന മെട്രിക്സ് 6 11 0 6 11 0. ഇത് രണ്ടിൻ്റെയും പ്രോഡക്റ്റ് കണ്ടാൽ നമുക്ക് എക്സിൻ്റെ ആൻസർ ലഭിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാനിവിടെ ആൻസർ എഴുതുന്നു. 9 ലാസ്റ്റാണ് നമ്മൾ ചെയ്യാട്ടോ. 1/9 ഇൻറ്റു ഫസ്റ്റ് എലമെൻറ്റ് നോക്കൂ. 7 × 6 42 ആണല്ലേ. 42 -3 × 11 33 -0
3 into 0, 0. Next 3 into 18 plus 0 plus 0. Last one minus 6 plus 33 plus 0. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1/9 ഇൻറ്റു പറഞ്ഞു നോക്കൂ ആൻസർ 1/9 ഇൻറ്റു ഇവിടെ 42 മൈനസ് 33 9 തന്നെ അല്ലേ 9 ഇവിടെ 18 ആൻഡ് തേർഡ് വൺ 33 മൈനസ് 6 27 അല്ലേ 27. ഇനി നമ്മൾ ഓരോ എലമെൻറ്റിനെയും 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ ഞാൻ നേരിട്ട് ഇവിടെ എഴുതുന്നു 9/9 1 18/9 2 27/9 3 എന്നാണ് ആൻസർ. 1 2 3 ആണ് ഇവിടെ ആൻസർ 1 2 3. നൗ ആക്ച്വലി വാട്ട് ഈസ് എക്സ്? എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് ആക്ച്വലി XYZ ആണ്. Therefore we can write x is equal to 1, y is equal to 2 and z is equal to 3. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഈ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ x is equal to 1, y is equal to 2 and z is equal to 3. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ അഡ്ജോയിൻറ്റ് ഞാൻ ഇവിടെ നേരിട്ട് എഴുതിക്കാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അഡ്ജോയിൻറ്റ് കാണാൻ നമുക്കറിയാം നല്ലൊരു പ്രൊസീജിയർ ഇവിടെ ഉണ്ട്. കൊഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ഒക്കെ കണ്ടിട്ട് അഡ്ജോയിൻറ്റ് കാണുന്ന പ്രോബ്ലം നിങ്ങൾ സെപ്പറേറ്റ് തന്നെ ചെയ്ത് പഠിക്കണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ആ ഷോർട്ട് കട്ട് വീഡിയോയിലൂടെ അഡ്ജോയിൻറ്റ് കാണാൻ അറിഞ്ഞിരിക്കണം. അത് ഞാൻ ഇവിടെ വീഡിയോയുടെ ലെങ്ത് കൂടും എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ അഡ്ജോയിൻറ്റിൻ്റെ ഫുൾ സ്റ്റെപ്പ് എഴുതാത്തത്. ഓക്കെ, അപ്പോൾ അഡ്ജോയിൻറ്റ് കാണുന്ന സ്റ്റെപ്പ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഡിറ്റ് എ എല്ലാവർക്കും അറിയുന്നതാണ്. ഈ 1 ഈ ഫസ്റ്റ് റോയെ ഇതിൻ്റെ കോഫാക്ടർ മെട്രിക്സിൻ്റെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 into 7 plus 1 into 3 plus 1 into -1 ചെയ്താൽ ഡിറ്റ് കിട്ടും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 58. കുറച്ച് വെറൈറ്റി ചോദ്യങ്ങളാണ് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കിത് എഴുതിയെടുക്കാം. 58. ദി സം ഓഫ് 3 numbers ഈസ് 6. If we multiply third number by 3, add the second number to it, we get 11. ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ 3 നമ്പേഴ്സ് സെലക്ട് ചെയ്യണം. സം ഓഫ് 3 numbers എന്നല്ലേ പറഞ്ഞത്? 3 numbers നമ്മൾ XYZ എന്ന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ലെറ്റ് ദി നമ്പേഴ്സ് ബി x, y, z. ഇനി ഫസ്റ്റ് സെൻറ്റൻസ് വായിക്കൂ. സം ഓഫ് 3 numbers ഈസ് 6 എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും. x plus y plus z is equal to 6. ഒന്നാമത്തെ ഇക്വേഷൻ റെഡിയായി. കണ്ടോ? സം ഓഫ് 3 numbers ഈസ് 6. നെക്സ്റ്റ് സെൻറ്റൻസ് വായിക്കുന്നു. ഇഫ് വി മൾട്ടിപ്ലൈ തേർഡ് നമ്പർ ബൈ 3. തേർഡ് നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. തേർഡ് നമ്പർ എന്ന് പറഞ്ഞാൽ z അല്ലേ? ഓക്കെ, തേർഡ് നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആൻഡ് ആഡ് ദി സെക്കൻഡ് നമ്പർ ആഡ് ചെയ്താൽ, സെക്കൻഡ് നമ്പർ ആയതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതാട്ടോ y plus 3z വി ഗെറ്റ് 11. ഇപ്പോൾ y plus 3z is equal to 11 എന്നാണ് സെക്കൻഡ് സെൻറ്റൻസ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇഫ് വി മൾട്ടിപ്ലൈ തേർഡ് നമ്പർ ബൈ 3 ആൻഡ് ആഡ് ദി സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ y ആണ്, വി ഗെറ്റ് 11. നെക്സ്റ്റ്, ബൈ ആഡിങ് ഫസ്റ്റ് ആൻഡ് തേർഡ് നമ്പേഴ്സ്. ഏതാ ഫസ്റ്റ് ആൻഡ് തേർഡ്? എക്സും സെഡും. ബൈ ആഡിങ് ഫസ്റ്റ് ആൻഡ് തേർഡ് നമ്പർ വി ഗെറ്റ് ഡബിൾ ഓഫ് ദി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഏതാ? 2y, ഡബിൾ ഓഫ് ദി സെക്കൻഡ്. റെപ്രസെൻറ്റ് ഓൾജിബ്രായിക്കലി ആൻഡ് ഫൈൻഡ് ദി നമ്പേഴ്സ് യൂസിങ് മെട്രിക്സ് മെത്തേഡ്. ഓൾജിബ്രായിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഓൾജിബ്രായിക് റെപ്രസെൻറ്റേഷൻ. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മാറ്റി ചെയ്താൽ ഒന്നാമത്തെ ഇക്വേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. x plus y plus z is equal to 6 ആണ് ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തേത് y plus 3z is equal to 11. മൂന്നാമത്തേത് നമുക്ക് എങ്ങനെ എഴുതാം? x minus 2y plus z is equal to 0 എന്ന് ഈ y ഇങ്ങോട്ട് സൈഡ് മാറ്റിയിട്ട് എഴുതാം. ഈ സിസ്റ്റം സോൾവ് ചെയ്താൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ലഭിക്കും. ഇനി ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, അത് നമ്മൾ തൊട്ട് മുകളിൽ ചെയ്ത അതേ ചോദ്യം തന്നെയാണ്. നോക്കൂ, x plus y plus z is equal to 6, y plus 3z is equal to 11, x minus 2y plus z is equal to 0. കണ്ടോ? x plus y plus അതേ സിസ്റ്റം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇതിന് സോൾവ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആൻസർ ഇത് കോപ്പി പേസ്റ്റ് ചെയ്താൽ ഇതിൻ്റെ ആൻസർ ലഭിക്കും. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ a എഴുതണം, x എഴുതണം, b എഴുതണം. സൊല്യൂഷൻ ഇതാ തൊട്ട് മുകളിൽ ഇതിൻ്റെ സൊല്യൂഷൻ ഉണ്ട്. അതേ സിസ്റ്റം തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വേർഡ് പ്രോബ്ലത്തിനെ നമ്മളിങ്ങനെ ഓൾജിബ്രായിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രോബ്ലം നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 59 മറ്റൊരു മോഡൽ ചോദ്യമാണ്. ഇവിടെ യൂസ് ദി പ്രോഡക്റ്റ്, രണ്ട് മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ കണ്ടെത്തണം. ടു സോൾവ് ദി സിസ്റ്റം ഓഫ് ഇക്വേഷൻ. ഈ പ്രോഡക്റ്റ് കണ്ടതിൻ്റെ ശേഷം ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണം. അപ്പോൾ ഈ പ്രോഡക്റ്റിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. എന്തായിരിക്കും പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ ഫസ്റ്റ് മെട്രിക്സിനെ സെക്കൻഡ് മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഞാനിവിടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഫസ്റ്റ് മെട്രിക്സിനെ സെക്കൻഡ് മെട്രിക്സ് കൊണ്ട് നമുക്ക് എഴുതാം അല്ലേ? 1 നോക്കൂ, ഫസ്റ്റ് മെട്രിക്സ് 1 -1 2
0, 2, -3, 3, -2, 4. ഇതാണല്ലോ ഫസ്റ്റ് മാട്രിക്സ്. ഫസ്റ്റ് മാട്രിക്സിനെ ഞാൻ സെക്കൻഡ് മാട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. -2, 0, 1, 9, 2, -3, 6, 1, -2. ഞാൻ എല്ലാ സ്റ്റെപ്പും കാണിക്കുന്നില്ല, ജസ്റ്റ് ആൻസർ മാത്രമേ എഴുതുകയുള്ളൂ. ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങൾക്ക് വിശദീകരിച്ച് പിന്നീട് നോക്കാവുന്നതാണ്. ആദ്യം 1 × -2, -2, -2 പ്ലസ് -9 പ്ലസ് 12 എന്നാണ് വരിക. അത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ 1 എന്നാണ് ആൻസർ. 1. ഓക്കെ. വീണ്ടും അടുത്തത് 1 × 0, 0 പ്ലസ് -2 പ്ലസ് 2, അത് 0 ആയിരിക്കും. വീണ്ടും ഫസ്റ്റ് റോ തേർഡ് കോളം 1 × 1, 1 -1 + 3, 4 - 4, 0 എന്ന് ലഭിക്കും. രണ്ടാമത്തെ ചെയ്താൽ 0 × 2, 0, 18 - 18, 0 ആയിരിക്കും. 0 × 0, 0. ഇവിടെ 2 × 2, 4, 4 - 3, 1 ആയിരിക്കും. ലാസ്റ്റ് എലിമെൻറ്റ് 0 ആയിരിക്കും. അഗെയിൻ തേർഡ് 1 ചെയ്താൽ -6, -18 + 24, ആൻസർ 0, 0, -4 + 4, 0. അഗെയിൻ ലാസ്റ്റ് 1 3, -+6, -8, 1 എന്ന ആൻസർ കിട്ടും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മെട്രിക്സിനെ രണ്ടാമത്തെ മെട്രിക്സ് കൊണ്ട് ഗുണിച്ചാൽ ഈ കിട്ടുന്ന മെട്രിക്സിൻ്റെ പ്രത്യേകത ഇത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഓക്കെ. ഈ രണ്ട് മെട്രിക്സുകൾ ഗുണിച്ചപ്പോൾ ഐഡൻറ്റിറ്റി കിട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദിസ് ഈസ് ഈക്വൽ ടു ഐ എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഐഡൻറ്റിറ്റി കിട്ടിയാൽ അതിൻ്റെ അർത്ഥം ഈ രണ്ടാമത്തെ മെട്രിക്സ് ഒന്നാമത്തെ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ആണ് ആര്? സെക്കൻഡ് മെട്രിക്സ്. നോക്കൂ നിങ്ങൾ. അപ്പം ഈ സിസ്റ്റം സോൾവ് ചെയ്യാൻ ഈ സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടല്ലോ. നമുക്ക് നോക്കാം. ഈ സിസ്റ്റത്തിനെ ഞാൻ മാറ്റി എഴുതുന്നു. ഈ സിസ്റ്റത്തിലെ എ, വാട്ട് ഈസ് എ? കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് ഓഫ് ദി സിസ്റ്റം എന്താണ് നോക്കൂ. യെസ്, 1 - 1, 2 അല്ലേ? 1 - 1, 2 കണ്ടോ? 0, 2, -3, 0, 2, -3. ഇതിൻ്റെ കോഎഫിഷ്യൻസിലേക്ക് നോക്കൂ. 3 - 2, 4, 3 - 2, 4. എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് എഴുതണം. വാട്ട് ഈസ് എക്സ്? എക്സ് ഇസ് ഇക്വൽ ടു എക്സ് വൈ സെഡ് എന്ന് എഴുതി. അഗെയിൻ ബി, വാട്ട് ഈസ് ബി? ബി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റാൻറ്റ് മെട്രിക്സ് ആണല്ലോ. ബി ഇസ് ഇക്വൽ ടു 1, 1, 2. എല്ലാം റെഡിയാണ്. ഇവിടെയുള്ള വ്യത്യാസം, ഇനി നമ്മൾ അഡ്ജോയിൻ്റ് ഓഫ് എയും എ ഇൻവേഴ്സും ഒന്നും കാണേണ്ട ആവശ്യമില്ല. കാരണം എ എന്ന് പറയുന്ന മെട്രിക്സ് ആണ് ഇവിടെ തന്നിരിക്കുന്ന ഈ ലെഫ്റ്റിൽ കാണുന്ന മെട്രിക്സ്. അതിൻ്റെ ഇൻവേഴ്സ് ആണ് സെക്കൻഡ് മെട്രിക്സ്. അതെങ്ങനെ മനസ്സിലായത്? ഈ ഫസ്റ്റ് മെട്രിക്സിനെ സെക്കൻഡ് മെട്രിക്സ് കൊണ്ട് ഗുണിച്ചപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഐഡൻറ്റിറ്റി എന്ന് കിട്ടിയിട്ടുണ്ട്. ഐഡൻറ്റിറ്റി എന്ന് കിട്ടിയത് കൊണ്ട് ഇനി നമ്മൾ ഇൻവേഴ്സ് കാണേണ്ട ആവശ്യമില്ല. ഈ സെക്കൻഡ് മെട്രിക്സ് ആണ് ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഇൻവേഴ്സ്. അതുകൊണ്ട് നമുക്ക് നേരിട്ട് എ ഇൻവേഴ്സ് എഴുതാവുന്നതാണ്. വാട്ട് ഈസ് എ ഇൻവേഴ്സ്? സെക്കൻഡ് മെട്രിക്സ്. ഏതാ എ ഇൻവേഴ്സ്? -2, 0, 1, 9, 2, -3, 6, 1, -2 ആണ് ഇവിടുത്തെ ഇൻവേഴ്സ്. ക്ലിയർ? ഇനി നമ്മൾ ചെയ്യാണ് ആൻസർ എഴുതാണ്. എക്സ് ഇസ് ഇക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്നാണ് നമ്മുടെ ഫോർമുല അല്ലേ? എക്സ് ഇസ് ഇക്വൽ ടു എ ഇൻവേഴ്സ് ബി, ദാറ്റ് ഇസ് ഇക്വൽ ടു എ ഇൻവേഴ്സ് ഇവിടെ റെഡി ആണല്ലോ. എ ഇൻവേഴ്സ് ഇതാ ഞാൻ എഴുതുന്നു. -2, 0, 1, 9, 2, -3, 6, 1, -2. ഇതാണ് എ ഇൻവേഴ്സ്. വാട്ട് ഈസ് ബി? 1, 1, 2, 1, 1, 2. ഇപ്പോൾ എക്സ് ഇസ് ഇക്വൽ ടു എ ഇൻവേഴ്സ് ബി. നമുക്ക് സാധാരണ മൾട്ടിപ്ലിക്കേഷനാണ്. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എന്നുള്ള ഓർഡറിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ആൻസർ ലഭിക്കും. -2 × 1, -2 + 0 + 2, ആൻസർ ഫസ്റ്റ് 0 എന്ന് ലഭിക്കും. രണ്ടാമത്തത് 9 + 2, 11, 11 - 6, 11 - 6 ചെയ്താൽ 5 എന്ന് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. 6 + 1, 7, 7 - 4, 3 എന്ന് ലഭിക്കും. സോ 0, 5, 3 നമുക്ക് ആൻസർ കിട്ടും. 3 എലമെൻറ്റ്സ് കിട്ടും. So this is x. Now what is x? X എന്ന് പറഞ്ഞാൽ x, y, z ആണ്. Therefore solution is x is equal to 0, y is equal to 5 and z is equal to 3. ഇവിടെ ചോദ്യത്തിൻ്റെ മാതൃക മാറി, മോഡൽ മാറി എന്നേ ഉള്ളൂ. എ ഇൻറ്റു ബി ചെയ്തപ്പോൾ ഐഡൻറ്റിറ്റി കിട്ടുന്ന രൂപത്തിൽ ഒരു ചോദ്യം സെറ്റ് ചെയ്ത് വെച്ചതാണ്. അത് ഐഡൻറ്റിറ്റി എന്ന് കിട്ടിയാൽ നമുക്ക് മനസ്സിലാക്കാം സെക്കൻഡ് മെട്രിക്സ് ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ആണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സിസ്റ്റം സോൾവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ കോഎഫിഷ്യന്റ് മെട്രിക്സ് ആണ് ഇവിടെ ഫസ്റ്റ് മെട്രിക്സ്. ഇനി ഇത് ശരിയാണോ നോക്കാൻ നിങ്ങൾക്ക് ഈ വാല്യൂസ് വേണമെങ്കിൽ ഏത് ഇക്വേഷനിലും കൊടുത്ത് നോക്കാം. ഏത് ഇക്വേഷനിൽ കൊടുത്താലും അത് കറക്റ്റ് ബാലൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൻസർ കറക്റ്റ് ആയിരിക്കും. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 60 ആണ് ചെയ്യുന്നത്. ഇവിടെ ഇഫ് എ ഈക്വൽ ടു ഒരു മെട്രിക്സ് തന്നു 2 - 3, 5, 3, 2 - 4, 1, 1 - 2. ഫൈൻഡ് എ ഇൻവേഴ്സ്. ആ എ ഇൻവേഴ്സ് ഉപയോഗിച്ച് യൂസിങ് എ ഇൻവേഴ്സ് സോൾവ് ദി സിസ്റ്റം എന്നാണ്.
ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എ ഇൻവേഴ്സ് എഴുതാൻ എ തന്നിട്ടുണ്ട്. ഞാൻ അഡ്ജ് എ എഴുതണം. നേരത്തെ പറഞ്ഞതുപോലെ അഡ്ജ് എ ഞാൻ ഇവിടെ ഫുള്ള് സ്റ്റെപ്പ് എഴുതുന്നില്ല. ഫുള്ള് സ്റ്റെപ്പ് എഴുതാൻ നിന്നാൽ നമുക്ക് ഒരുപാട് സമയം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അഡ്ജ് എ നിങ്ങൾ കാണാൻ പഠിക്കണം. ഷോർട്ട് കട്ടിലൂടെയോ ഡയറക്റ്റ് മെത്തേഡിലെയോ ഒക്കെ നിങ്ങൾ അഡ്ജ് കാണാൻ പഠിക്കണം. അഡ്ജ് ചെയ്യാൻ ഞങ്ങൾ നേരിട്ട് എഴുതുന്നു. 0 -1 2 നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് ഞാൻ എഴുതുന്ന ആൻസർ ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യണം. ഓക്കെ, 2 -9 23 1 -5 13. ഇതാണ് അഡ്ജോയിൻ്റ് ഓഫ് എ. ഇതിൽ ഏറ്റവും റിസ്ക് പണി എന്ന് പറയുന്നത് അഡ്ജോയിൻ്റ് കാണലാണ്. ഓക്കെ, ഇനി വാട്ട് ഈസ് ഡിറ്റ് എ? ഡിറ്റ് എ ചെയ്താൽ നമുക്ക് ആൻസർ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു -1 എന്ന് ലഭിക്കുക. -1 2 × 0 -3 × 2 -6 + 5 -1 എന്നുള്ള ആൻസർ ലഭിക്കും. ദെർഫോർ ഇനി ഈ സിസ്റ്റം എഴുതുമ്പോഴുള്ള പ്രത്യേകത, ഈ സിസ്റ്റത്തിൽ ഉപയോഗിച്ച് നമ്മൾ എ എഴുതുമ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ കോഎഫിഷ്യൻസ് നോക്കൂ. 2 - 3 5 3 2 - 4 1 1 -2 തന്നെയാണ് അല്ലേ? 1 1 ഈ സിസ്റ്റത്തിൻ്റെ കോഎഫിഷ്യൻസ് ആണ് ആക്ച്വലി ഇവിടെ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ അഡ്ജോയിൻറ്റും ഈ എ ഡിറ്റർമിനൻ്റ് എയും ഇതിൻ്റെ എ ഇൻവേഴ്സ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ എ ഡയറക്റ്റ് തന്നി എന്ന് മാത്രം. നമുക്ക് ഇവിടെ കോഎഫിഷ്യൻസ് എടുത്താൽ ഈ എ തന്നെയാണ് ഇതിൻ്റെ കോഎഫിഷ്യൻസ്. ദെർഫോർ ഹൗ വി ക്യാൻ ഫൈൻഡ് ദി ആൻസർ എക്സ് ഇസ് ഇക്വൽ ടു എ ഇൻവേഴ്സ് ബി അല്ലേ? ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എ ഇൻവേഴ്സ് എഴുതുന്നു. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജ് എ ഡിവൈഡഡ് ബൈ ഡിറ്റ് എ എന്നാണ്. പക്ഷേ ഇവിടെ ഡിറ്റ് എ -1 ആയതുകൊണ്ട് എല്ലാവരെയും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. -1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. -1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ മൾട്ടിപ്ലൈ ഒക്കെ സെയിം തന്നെയല്ലേ? 0 × 0 / -1 0 1 -2 ഇവിടെ -2 9 -23 again -1 5 -13 -1 കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ്. എല്ലാവരെയും -1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എ ഇൻവേഴ്സ് കിട്ടി. ഇനി ഇത് സോൾവ് ചെയ്യാൻ പറയുമ്പോൾ നമ്മളിവിടെ എ എഴുതണം അല്ലേ? സോൾവ് ചെയ്യാൻ ഇവിടെ എഴുതുന്ന ആൻസർ എഴുതുന്നു. വാട്ട് ഈസ് എ? കോഎഫിഷ്യൻ മെട്രിക്സ് എഴുതിയാൽ ആൻസർ ഇതേ മെട്രിക്സ് തന്നെയാണ്. 2 -3 5 3 2 -4 1 1 -2. ഈ സിസ്റ്റത്തിൻ്റെ എ എഴുതി എക്സ് എഴുതുന്നു. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് വൈ സെഡ് ആൻഡ് ലാസ്റ്റ് കോഎഫിഷ്യൻ മെട്രിക്സ് കോൺസ്റ്റൻറ്റ് മെട്രിക്സ് ബി ഈക്വൽ ടു 11 -5 ആൻഡ് -3. ഇതാണ് കോൺസ്റ്റൻറ്റ് മെട്രിക്സ്. ഇനി വാട്ട് ഈസ് സൊല്യൂഷൻ? എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്നാണ് അല്ലേ? എ ഇൻവേഴ്സ് നമുക്കറിയാം, ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എ ഇൻവേഴ്സ് നമ്മുടെ ഈ കോഎഫിഷ്യൻ മെട്രിക്സ് കണ്ടോ? അതേ മെട്രിക്സ് തന്നെയാണ് ഇവിടെ ഈ മെട്രിക്സ്. അതുകൊണ്ട് ഇതിൻ്റെ ഇൻവേഴ്സ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. എ ഇൻവേഴ്സിൻ്റെ ആൻസർ ഇവിടെ ജസ്റ്റ് ഫില്ല് ചെയ്യുന്നു. 0 1 -2 -2 9 -23 -1 5 -13. ഇതാണ് എ ഇൻവേഴ്സിൻ്റെ ആൻസർ. വാട്ട് ഈസ് ബി? 11 -5 ആൻഡ് -3. ജസ്റ്റ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സൊല്യൂഷൻ റെഡിയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു പറയൂ, ആൻസർ പറയൂ. 0 × 11 ഞാൻ സ്റ്റെപ്പ് എഴുതാം. 0 × 11 0 1 × 5 -5 -2 × 3 6 വരും അല്ലേ? 6 വരും. പിന്നീട് രണ്ടാമത്തത് സെക്കൻഡ് -2 × 9 -22 9 × 5 -45 +69 ശരി. നെക്സ്റ്റ് -11 -25 +39 ഇപ്പം എന്തായിരിക്കും ആൻസർ? ദിസ് ഈസ് ഈക്വൽ ടു 1 69 - 67 2 39 - 36 3 1 2 3 എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ. ദെർഫോർ നമ്മുടെ കൺക്ലൂഷൻ എങ്ങനെയാണ്? എക്സ് ഇസ് ഈക്വൽ ടു 1 y ഇസ് ഈക്വൽ ടു 2 z ഇസ് ഈക്വൽ ടു 3 ഈസ് ദി സൊല്യൂഷൻ ഓഫ് ദിസ് സിസ്റ്റം. ഇത് ശരിയാണോ എന്ന് നിങ്ങൾക്ക്
എല്ലാ ഇക്വേഷനിലും കൊടുത്തിട്ട് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇവിടെ നോക്കൂ, ഇവിടെ ഈ സിസ്റ്റം തന്നിട്ടുണ്ട്. സിസ്റ്റത്തിൻ്റെ എ തന്നെയാണ് ഇവിടുത്തെ എ. അതുകൊണ്ട് എ ഇൻവേഴ്സ് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചത് കൊണ്ട് നമുക്ക് നേരിട്ട് ആ എ ഇൻവേഴ്സ് ഇവിടെ അപ്ലൈ ചെയ്യാം. എ ഇൻവേഴ്സ് കാണാൻ അഡ്ജ് എ ബൈ ഡിറ്റി എ ആണ്. അഡ്ജ് എ ഞാൻ ഇവിടെ ഡയറക്റ്റാണ് എഴുതിയത്. ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് കിട്ടില്ല ആൻസർ. നിങ്ങൾ അതിൻ്റെ ആക്ച്വൽ പ്രൊസീജിയറിലൂടെ അഡ്ജ് എ കാണാൻ പഠിക്കണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഷോർട്ട് കട്ടിലൂടെ എഴുതാൻ പഠിക്കണം. അഡ്ജ് എ കാണാൻ നിങ്ങൾ കോൺഫിഡൻറ്റോട് കൂടി ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് കോൺഫിഡൻസോട് കൂടി ചെയ്യാൻ സാധിക്കും. കംപ്ലീറ്റ് മാർക്കും കിട്ടും. ഇനി ലാസ്റ്റ് ചോദ്യമാണ് ഈ ചാപ്റ്ററിൽ. അതൊരു വെറൈറ്റി ചോദ്യമാണ്. അതിൻ്റെ പ്രൊസീജിയർ മാത്രമേ ഞാൻ പറയുള്ളൂ. നിങ്ങളത് കംപ്ലീറ്റ് ചെയ്തിടും. ഓക്കെ, ഇവിടെ 61th ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ആകെ ഒരു വ്യത്യാസം, ഡിനോമിനേറ്ററിലാണ് എക്സും വൈയും സെഡും എല്ലാം നിൽക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ആദ്യം കോഎഫിഷ്യൻ മാട്രിക്സ് എഴുതുന്നു. എ കോഎഫിഷ്യൻസ് ഓഫ് 1/x 1/y 1/z ആണ് നമ്മൾ എഴുതുന്നത്. അന്നേരം എങ്ങനെ ഉണ്ടായിരിക്കും ആൻസർ? കോഎഫിഷ്യൻ മാട്രിക്സിൽ നോ ചേഞ്ച്. 2 3 10 തന്നെയാണ്. 4 -6 5 ആണ്. ലാസ്റ്റ് 6 9 -20. കോഎഫിഷ്യൻ മാട്രിക്സിലൊന്നും ആർക്കും ഒരു കൺഫ്യൂഷന് വകുപ്പില്ല, നേരിട്ട് എഴുതി. ഇനി നമ്മൾ വേരിയബിളിൻ്റെ മെട്രിക്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, വേരിയബിൾസ് ഇവിടെ എക്സ് വൈ സെഡ് അല്ല നിങ്ങൾ കാണുന്നത് പോലെ. പിന്നെന്താ 1/x 1/y 1/z. അപ്പോൾ 1/x 1/y, ഇതിങ്ങനെ എഴുതുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, സോറി, ഞാനിങ്ങനെ എഴുതുന്നു 1/x 1/y 1/z. ഇതാണ് എക്സ്. എക്സ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബി എന്ന് പറയുന്ന മാട്രിക്സ് കോൺസ്റ്റാൻറ്റ് മാട്രിക്സ് ആണ്, കോൺസ്റ്റാൻറ്റ്. അതിവിടെ 4 1 2 തന്നെയാണ്, നോ ചേഞ്ച്. ആകെ ഡിഫറൻസ് ഉള്ളത് ഈ വേരിയബിൾസ് ഡിനോമിനേറ്ററിൽ വന്നതുകൊണ്ട് 1/x 1/y ഉണ്ടോ. ഇതിന് 2 × 1/x അല്ലേ 2/x, 3 × 1/y അല്ലേ 3/y. അത് അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ എ ഇൻവേഴ്സ് കാണണം. എ ഇൻവേഴ്സ് കാണാൻ നമുക്ക് അഡ്ജ് എ ആവശ്യമുണ്ട്. വാട്ട് ഈസ് അഡ്ജ് എ? അഡ്ജ് എ നിങ്ങൾ ചെയ്ത് നോക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ നേരിട്ട് ആൻസർ എഴുതുകയാണ്. അഡ്ജ് എയുടെ ആൻസർ ഇവാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എഴുതണം. അഡ്ജ് എ = ചെയ്താൽ നിങ്ങൾക്ക് 75 150 75 ഇങ്ങനെയുള്ളൊരു വലിയ നമ്പേഴ്സാണ് ഇതിൽ വരുന്നത്. 110 -100 30 ലാസ്റ്റ് റോ 72 0 ആൻഡ് -24. ഇതാണ് അഡ്ജ് എ. ഓക്കെ, ഇനി ഒരാൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ ചെയ്താൽ ഡിറ്റർമിനൻ്റ് കിട്ടാൻ നമ്മൾ ഇത് കോഫാക്ടേഴ്സ് ആണ്. ഇത് ഫസ്റ്റ് റോയിലെ എലമെൻസിനെ കോഫാക്ടേഴ്സ് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. ഡിറ്റി എ ചെയ്താൽ 1200 എന്നാണ് ലഭിക്കുക. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി ഞാൻ സൊല്യൂഷനിലേക്ക് പോകുന്നു. എക്സ് = എ ഇൻവേഴ്സ് ബി ആണല്ലോ നമ്മുടെ സൊല്യൂഷൻ. ഞാനിവിടെ സൈഡിലേക്ക് മാറ്റി എഴുതാണ്. എക്സ് = എ ഇൻവേഴ്സ് ബി. ഓക്കെ, എക്സ് = എ ഇൻവേഴ്സ് ബി. എന്താ എ ഇൻവേഴ്സ്? നമുക്കറിയാം അഡ്ജ് എ ബൈ ഡിറ്റി എ ആണ്. ഇപ്പോൾ ഡിറ്റി എ ഞാൻ ആദ്യം തന്നെ എഴുതുന്നു 1/1200. ഇനി ഇവിടെ അഡ്ജ് എ എഴുതണം. അഡ്ജ് എ ബൈ ഡിറ്റി എ ആണ്. അഡ്ജ് എ ഇവിടെ ഉണ്ട് 75 150 75 110 -100 30 ലാസ്റ്റ് 72 0 ആൻഡ് -24. ഇതാണ് അഡ്ജ് എ ബൈ ഡിറ്റി എ കഴിഞ്ഞു. എ ഇൻവേഴ്സ് ആയിട്ടുണ്ട്. ഇനി ബി എഴുതണം. ബി 4 1 2 ആണ് ബി. ഓക്കെ, 4 1 2. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ 1200 നമുക്ക് ലാസ്റ്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് തന്നെ ചെയ്യാൻ പാടില്ല, ലാസ്റ്റാണ് അത് ഡിവിഷൻ. രണ്ട് മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ 75 × 4 ഇത് ചെയ്താൽ 75 × 4 + 150 × 1 + 75 × 2 ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ 600 എന്നാണ് ലഭിക്കുക. 600. ഓക്കെ, ഫുള്ള് സ്റ്റെപ്പ് എഴുതുന്നില്ല കേട്ടോ. ഇവിടെ 110 × 440 -100 + 60 അത് ചെയ്താൽ 400 എന്ന് ലഭിക്കും. മൂന്നാമത്തത് 72 × 4 0 പിന്നെ -48 ചെയ്താൽ 240 എന്നായിരിക്കും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാ എലമെൻസിനെയും 1200 കൊണ്ട് 600/1200 ആൻസർ 1/2 ആയിരിക്കും അല്ലേ. 600/1200 നോക്കൂ. 600/1200 വെട്ടിക്കഴിഞ്ഞാൽ 1/2 എന്ന് ആൻസർ കിട്ടും. 1/2. ഇത് 400/1200 ചെയ്താൽ 1/3 എന്നായിരിക്കും. ഇവിടെ 240/1200 ചെയ്താൽ 1/5 എന്നായിരിക്കും. സോ ദ ആൻസർ ഈസ് 1/2 1/3 1/5. ബട്ട് റിമെമ്പർ ദാറ്റ് ഇവിടെ എക്സ് വാട്ട് ഈസ് എക്സ്? എക്സ് എന്ന് പറഞ്ഞാൽ XYZ അല്ല, 1/x 1/y 1/z ആണ്. ഇത് 1/x ആണ്, ഇത് 1/y ആണ്, ഇത് 1/z ആണ്. therefore what is x? X is equal to 1
സോറി എക്സ് ഇസ് ഇക്വൽ ടു 1/x ആണ് 1/2. ദെർഫോർ എക്സ് ഇസ് ഇക്വൽ ടു 2, വൈ ഇസ് ഇക്വൽ ടു 3, z ഇസ് ഇക്വൽ ടു 5. നോക്കൂ, ഇവിടെ എക്സും വൈയും സെഡും അല്ലല്ലോ ഈ മെട്രിക്സ്. 1/x ആണ് 1/2. സോ ദിസ് ഈസ് എക്സ്. 1/3 3 ആണ് വൈ, 1/5 5 ആണ് z. ഇപ്പോൾ നേരെ റെസിപ്രോക്കലായി എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പ്രൊസീജിയറിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ഇവിടെ വേരിയബിളിൻ്റെ മെട്രിക്സ് 1/x 1/y 1/z എന്ന് എഴുതി കിട്ടുന്ന ആൻസർ അങ്ങനെ തിരിഞ്ഞു വന്നതുകൊണ്ട് നേരെ റെസിപ്രോക്കൽ എടുത്തിട്ടാണ് ഇവിടെ ആൻസർ എഴുതേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ക്വസ്റ്റ്യൻസ് ഒന്ന് മാറി ട്വിസ്റ്റ് ചെയ്ത് എന്ന് മാത്രമേ ഉള്ളൂ. ആൻസർ ചെയ്യേണ്ട രൂപമോ അതിൻ്റെ സ്റ്റെപ്പുകളോ ഒന്നും വ്യത്യാസമില്ല. അഡ്ജിയെ കാണുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ആർക്കും സംശയം ഉണ്ടാവാൻ പാടില്ല. അഡ്ജിയുടെ പ്രൊസീജിയർ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. കൊഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കാണാമെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കുറച്ച് ലെങ്തി പ്രൊസീജിയറാണ്. അതുകൊണ്ട് അത് നിങ്ങൾ കാണാൻ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഏതെങ്കിലും ഒരു രൂപത്തിൽ അഡ്ജോയിൻ്റ് ഓഫ് എ 3/3 മെട്രിക്സ് കാണാൻ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ആവർത്തിച്ച് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പബ്ലിക് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഒരു സിസ്റ്റം സോൾവ് ചെയ്യാൻ ചോദിച്ചിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. കൃത്യമായിട്ട് നിങ്ങൾ അസൈൻമെൻ്റൊക്കെ ചെയ്ത് നോക്കുക, നന്നായി പഠിക്കുക, നല്ല മക്കളാവുക. എല്ലാവർക്കും നല്ലത് മാത്രം ഭവിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ ചാപ്റ്ററിന് ഇവിടെ വിരാമം കുറിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു വൺ ആൻഡ് ഓൾ.